ഈ പടക്കം പൊട്ടിച്ച് കടുവയെ അകറ്റാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ കടുവ ഉണ്ടായിരുന്നത് ഈ പുളിക്കൽ എന്ന് പറയുന്ന മേച്ചേരിക്കും തൊട്ടപ്പുറത്തുള്ള പുളിക്കൽ എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു. ആ പ്രദേശത്ത് ഒരു കൊല്ലിയിലായിരുന്നു കടുവ തമ്പടിച്ചിരുന്നത്. അതിനെ രാത്രി തുരത്താനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷേ കടുവ ഇപ്പോൾ നീർവാരം ഭാഗത്തേക്ക് പോകും, അങ്ങനെ വനമേഖലയിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഓടിപ്പോയത് ഇപ്പുറത്ത്, അതായത് തൊട്ട് എതിർഭാഗത്തുള്ള പ്രദേശമാണ്. അവിടെ തോട്ടമാണ്. അവിടെ നിന്ന് ബഹളം ഉൾപ്പെടെ കേൾക്കുന്നുണ്ട്. കാരണം ആ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരും പുറത്തിറങ്ങരുത്, ഈ മേഖലയിൽ ആരും പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശമാണ് വനംവകുപ്പ് നൽകിയിട്ടുള്ളത്. പുറത്തിറങ്ങിയാൽ അതിനകത്ത് അപകടം ഉൾപ്പെടെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പുറത്തിറങ്ങരുത് ആരും എന്നുള്ളതാണ് വനംവകുപ്പ് നൽകിയ നിർദ്ദേശം. ഇതിപ്പോൾ കയറിയത് ഒരു തോട്ടത്തിലേക്കാണ്. തോട്ടത്തിനപ്പുറം ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തലയ്ക്ക് മുകളിൽ ഇപ്പോൾ ഡ്രോൺ ക്യാമറ പറക്കുന്നുണ്ട്. അതായത് ഈ തെർമൽ ഡ്രോൺ ആണ് പറക്കുന്നത്. ഈ കടുവയെ തേടിയുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാപ്പിക്കാടാണ്, മാത്രമല്ല കമുകിൻ തോപ്പാണ്. കടുവ മറഞ്ഞിരുന്നാൽ പോലും കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇതിപ്പോൾ ഈ ദൗത്യം ഇന്ന് വൈകിട്ട് ഇതിനെ നിർവാരം ഭാഗത്തുള്ള വനമേഖലയിലേക്ക് കയറ്റിവിടാൻ ആയിരുന്നു ശ്രമം ഉണ്ടായിരുന്നത്. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിക്കുന്നുണ്ട്. അതിനെ എങ്ങനെയെങ്കിലും ഈ മേഖലയിൽ നിന്ന് തുരത്തുക എന്നുള്ള തരത്തിലുള്ള നടപടിയിലേക്കാണ് കാണുന്നത്. ചിക്കല്ലൂർ പുളിക്കൽ പ്രദേശമാണ് ഇപ്പോൾ ജനങ്ങൾ കാണുന്നത്. ഇവിടെയാണ് കടുവ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയെന്ന് വനംവകുപ്പ് സംശയിക്കുന്നത്. ജനങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ വനംവകുപ്പ് പറഞ്ഞിരിക്കുന്നു. എല്ലാ ആളുകളും അവിടെ നിന്ന് സുരക്ഷയുടെ ഭാഗമായിട്ട് മാറണം എന്ന് വനംവകുപ്പ് കൃത്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നു. സുർജിത്ത് തുടരുകയാണ്. പറയൂ സുർജിത്ത് അയ്യപ്പത്ത്. SKN ഇത് വയലാണ്. ഈ വയലിന്റെ അപ്പുറത്ത് ഈ ഇടതൂർന്ന കാട് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉള്ള പ്രദേശമാണിത്. അതിനകത്തായിരുന്നു കടുവ ഇത്ര സമയവും മറഞ്ഞിരുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കടുവ അതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നത്. എന്നിട്ട് വൈകിട്ടാണ് ഇപ്പോൾ ദൗത്യം ആരംഭിച്ചത്. വൈകിട്ട് ആദ്യഘട്ടത്തിൽ ദൗത്യം തുടങ്ങി. ഇതിനിടയിൽ ഒരാൾ ഈ വയലിലേക്ക് ഇറങ്ങിയ ഒരു അവസ്ഥയുണ്ടായി. മദ്യപിച്ച ഒരാൾ ഇറങ്ങിയെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഉടൻ തന്നെ ദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ചു. അല്പസമയം മുമ്പ്, അതായത് ഏതാണ്ടൊരു 10 മിനിറ്റ് മുമ്പാണ് ഈ കടുവയെ വീണ്ടും ഓടിക്കുന്ന ആ ഒരു ദൗത്യം തുടങ്ങിയത്. പക്ഷേ അത് പോയത് നീർവാരം ആ പ്രദേശത്തേക്കല്ല, നേരെ എതിർഭാഗത്തേക്കാണ് കടന്നത്. എതിർഭാഗത്തേക്ക് കടന്ന് തോട്ടത്തിലൂടെ കടുവ നേരെ തോട്ടത്തിലേക്ക് കയറിയ ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ നിലവിൽ ഡ്രോൺ നിരീക്ഷണം തുടരുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇതിനെ തുരത്തുക എന്നുള്ള ദൗത്യമാണ് വനംവകുപ്പ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസകരമായ കാര്യം. എന്തായാലും ഇപ്പോൾ നിലവിൽ ദൗത്യം തുടരുന്നൊരവസ്ഥയാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വനംവകുപ്പിന്റെ വാഹനങ്ങൾ തലങ്കും വലങ്കും ചീറിപ്പായുന്നു. ഒപ്പം തന്നെ പോലീസ് വാഹനങ്ങളും ചീറിപ്പായുന്നു. ഈ തോട്ടത്തിലേക്കാണ്, തൊട്ടടുത്തുള്ള തോട്ടത്തിലേക്കാണ് കടുവ കയറിയത്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി ഇരിക്കണം എന്നുള്ള നിർദ്ദേശം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾക്കകത്തേക്കാണ് എല്ലാവരും കയറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഉദ്യോഗസ്ഥർ മാത്രമാണ് പുറത്തുള്ളത്. പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം കടുവ കയറിയിരിക്കുന്നത് തോട്ടത്തിലേക്കാണ്. തോട്ടത്തിലേക്കായതിനാൽ തന്നെ അത് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. 2 DFOമാർ ഇവിടെയുണ്ട്. ഒരു വയനാട് സൗത്ത് DFO അജിത് കെ രാമൻ, നോർത്ത് DFO സന്തോഷ് കുമാർ എന്നിവർ നേരത്തെ തന്നെ ഈ പ്രദേശത്ത് തമ്പടിച്ചാണ് സ്ഥിതിഗതികൾ അന്വേഷിച്ചിരുന്നത്. എന്തായാലും കടുവ ഇപ്പോൾ കയറിയത് എതിർഭാഗത്തുള്ള തോട്ടത്തിലേക്കാണ് എന്നുള്ളതാണ് വലിയ പ്രതിസന്ധിയും ആശങ്കയുമായി നിലനിൽക്കുന്നത്. രാത്രി ആയതിനാൽ തന്നെ ദൃശ്യം വേണ്ട വിധത്തിൽ ലഭ്യമാകാത്തൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത് നേരെ പാഞ്ഞ് കടുവ കയറിയത് എതിർഭാഗത്തുള്ള, അതായത് നീർവാരം അമ്മാനി വനമേഖല പാതിരി വനമേഖലയാണ്. പാതിരി വനമേഖലയിലേക്ക് ഇത് പോകുമെന്നുള്ളതാണ് കരുതിയിരുന്നത്. പക്ഷേ ആ തരത്തിലല്ല. അത് ഓടിപ്പോയത് എതിർഭാഗത്തേക്കാണ്. അത് നേരെ ഓടി മാറുകയാണ് ഉണ്ടായത്. ഇപ്പോഴും ഡ്രോൺ നിരീക്ഷണം തുടരുന്നൊരവസ്ഥയുണ്ട്. ഡ്രോൺ നിരീക്ഷണം തെർമൽ ഡ്രോണാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കടുവയെ കണ്ടെത്താൻ കഴിയും, അതിനെ മോണിറ്റർ ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. എന്തായാലും വയനാട് വന്യജീവി സങ്കേതത്തിലെ കടുവയാണിത്. വയനാട് വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ട WL 112 നമ്പർ കടുവയാണ്, ആൺകടുവയാണിത്. ഇത് ഇന്നലെ രാവിലെയാണ് ഈ 5 വയസ്സുള്ള ഈ കടുവ തൊട്ടടുത്തുള്ള പ്രദേശത്ത് പടിക്കംവയൽ എന്ന് പറയുന്ന പ്രദേശത്ത് ബിനു എന്നയാൾ ഈ കടുവയെ കണ്ടു. ആരോഗ്യവാനായ കടുവയാണ് എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിന്റെ നിഗമനം. ഇത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അതായത് മറ്റ് മൃഗങ്ങളെ ആക്രമിക്കുകയോ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയോ മറ്റ് പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും തന്നെ ഉണ്ടാക്കിയില്ല.
അതേസമയം കടുവ പിന്നീട് ഇന്നലെ രാത്രി അതിൻ്റെ ദൃശ്യങ്ങൾ ഡ്രോൺ ക്യാമറ വഴി നടത്തിയ ആ തെരച്ചിൽ അതിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമായി. ആ ദൃശ്യങ്ങൾ പ്രകാരം അന്വേഷണം ഇന്നലെ രാത്രി നടത്തി. പക്ഷേ ഇന്നലെ ആ ദൃശ്യങ്ങൾ ലഭ്യമായതിനു ശേഷം പിന്നീട് കടുവയുടെ സാന്നിധ്യം കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായത്. പക്ഷേ ഇന്ന് രാവിലെ തന്നെ ചീക്കല്ലൂരിൽ നിന്നൊരു വിവരം വന്നു. ഈ പടിക്കംവയലിൻ്റെ ഏതാണ്ട് തൊട്ടടുത്ത പ്രദേശം ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ മാത്രം എയർ ഡിസ്റ്റൻസ് വരുന്ന പ്രദേശമാണിത്. ആ പ്രദേശത്തെ വയലിന് സമീപം ഇതിൻ്റെ കാൽപ്പാടുകൾ കണ്ടു എന്നുള്ള വിവരം ലഭിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി. പുൽപ്പള്ളി റേഞ്ച് ഓഫീസറായിട്ടുള്ള രാജീവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടേക്ക് എത്തിയത്. തുടർന്ന് ഡ്രോൺ പകർത്തി അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിനൊടുവിലാണ് അത് തൊട്ടടുത്ത് തന്നെ, അതായത് ഇതുവഴി ഈ മേച്ചേരി എന്ന് പറയുന്ന പ്രദേശവും ഒപ്പം തന്നെ പുളിക്കൽ എന്ന് പറയുന്ന പ്രദേശവും ബന്ധിപ്പിക്കുന്ന ഒരു റോഡുണ്ട്. അത് വയലിനെ മുറിച്ച് കടന്നു പോകുന്ന റോഡാണ്. ആ റോഡിൻ്റെ ഏതാണ്ട് ഒരു 150 മീറ്റർ മാത്രമാണ് ഒരു കൊല്ലിയുള്ളത്. ആ കൊല്ലിയിലാണ് കടുവ പതിയിരുന്നത്. അത് അനങ്ങിയിരുന്നില്ല. രാവിലെ മുതൽ തന്നെ അത് അനങ്ങിയിരുന്നില്ല. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഇതിനെ കാട് കയറ്റുക എന്നുള്ള ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടന്നത്. 7 മണിയോടുകൂടി കടന്നു. അതിനുശേഷം അതിനെ കാട് കയറ്റാൻ വേണ്ടി ആദ്യം പടക്കം പൊട്ടിച്ചു. ആ ദൗത്യം ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തിവെക്കേണ്ടി വന്നു. അത് ഒരാൾ വയലിൽ ഇറങ്ങിയെന്നാണ് പറയുന്നത്. അതേ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നു. അയാളെ മാറ്റിയ ശേഷമാണ് പിന്നെ തുടർ നടപടികൾ ഉണ്ടായത്. 8 മണിയോടുകൂടി ദൗത്യം വീണ്ടും ആരംഭിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് പടക്കം പൊട്ടിച്ചപ്പോൾ നേരെ അത് എതിർഭാഗത്തേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോഴും പടക്കം പല ഭാഗങ്ങളിൽ പൊട്ടുന്ന ആ മുഴക്കം കേൾക്കുന്നുണ്ട്. നമ്മൾ സുരക്ഷിതമായി നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ്. എല്ലാവരോടും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് വനംവകുപ്പ് നൽകിയിട്ടുള്ളത്. SKN സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി ചേർന്ന്. ജിൻസ് കുര്യാക്കോസ് പറയുന്നു, സുർജിത്തിനോട് സേഫായിട്ട് മാറി നിന്ന് വണ്ടിക്കകത്തിരുന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറയൂ. സുർജിത്ത് അയ്യപ്പത്തിന് വയനാടൊക്കെ നല്ല പരിചയമുണ്ട്, കടുവയെ പരിചയമില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷാ മാർഗങ്ങളൊക്കെ തന്നെ സുർജിത്ത് ചെയ്തോളും. എനിവേ സുർജിത്തെ ടേക്ക് കെയർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.